ഞങ്ങൾക്ക് ഡിവൈഎഫ്ഐക്ക് EDയെ സംബന്ധിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. രാജ്യത്ത് ഇപ്പോൾ രാജ്യസഭയിൽ എൻ്റെ തന്നെ ചോദ്യത്തിന് ലഭിച്ച ഉത്തരത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, 195 കേസുകൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവർക്കെതിരെ രാജ്യത്തെടുത്തിട്ടുണ്ട്. അതിൽ കൺവിക്ഷൻ റേറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ 195-ൽ 2 എണ്ണമാണ് ആകെ കൺവിക്ഷൻ നടന്നുവെന്ന് പാർലമെൻറ്റ് രേഖയിൽ തന്നെ അവർ സമ്മതിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് വളരെ കൃത്യമായി ഒരുപാട് സന്ദർഭങ്ങളിൽ CBIയെ കൂട്ടിലടച്ച തത്തയെന്ന് സുപ്രീം കോടതി തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും തങ്ങളുടെ രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടിയാണ് BJP ഉപയോഗിക്കുന്നത്. DYFIക്ക് അത് സംബന്ധിച്ചുള്ള പൊതുവായൊരു നിലപാടാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ഞാൻ ഏതെങ്കിലും ഒരാളുടെ പിന്തുണ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഈ പറയുന്നൊരു പ്രശ്നത്തെ DYFI നോക്കിക്കാണുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ളതല്ല. DYFI കാണുന്നത് ആസ് എ ഹോൾ. ഇപ്പോൾ 2014 മുതൽ ഇതുവരെ BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിനെതിരെ, അവരുടെ ഇഷ്ടപ്പെട്ടവർക്കെതിരെ, കുടുംബാംഗങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു കേസ് വന്നതായി നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? എന്തെല്ലാം പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പോട്ടെ, അവർക്കിഷ്ടപ്പെട്ട കോർപ്പറേറ്റുകൾക്കെതിരെ രാജ്യത്തിനകത്തോ പുറത്തോ ഒരു കേസ് വന്നാൽ എങ്ങനെയാണ് ആ അന്വേഷണങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത്, സഹായിക്കുന്നത്? അപ്പോൾ അന്വേഷണ ഏജൻസികളെ അങ്ങനെ ഉപയോഗിക്കേണ്ടതല്ല. അതാണ് ഞങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെട്ടല്ലോ ആ ഉത്തരത്തിലൂടെ. 195 കേസാണ്. ആ കേസിൽ എന്ത് മെരിറ്റ് ഇരിക്കുന്നു? അപ്പോൾ ഇതാണ് പൊതുവിൽ. പക്ഷേ ഈ രസകരമായ കാര്യം, ചില പാർട്ടികളെ സംബന്ധിച്ച് ആ പാർട്ടികൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല.